CPM-ന് പിന്നാലെ തലസ്ഥാനത്ത് റോഡ് കയ്യേറി CPI. സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് കയ്യേറി CPI അനുകൂല സർവീസ് സംഘടനയുടെ സമരം. ജോയിന്റ് കൗൺസിലിന്റെ രാപ്പകൽ സത്യാഗ്രഹമാണ് വേദി. വഞ്ചിയൂരിന് സമാനമായാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലും വേദി ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, തലസ്ഥാനത്ത് റോഡ് മുടക്കിയുള്ള സമ്മേളനങ്ങൾ മത്സരിച്ച് നടത്തുകയാണ് ഇടതുപക്ഷ കക്ഷികൾ. പ്രത്യേകിച്ചും CPM കഴിഞ്ഞ ദിവസം വഞ്ചിയൂരിൽ സമാനമായ നിലയിൽ കോടതിക്ക് തൊട്ട് മുന്നിൽ ഇത്തരത്തിൽ റോഡ് കെട്ടിയടച്ച സമ്മേളനം നടത്തി. ഇപ്പോൾ CPI ആണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ, അവരുടെ CPI അനുകൂല സർവീസ് സംഘടനയാണ് ഇത്തരത്തിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി അവിടെ സമ്മേളനത്തിന് വേദി ഒരുക്കിയിട്ടുള്ളത്. പ്രശാന്ത്, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ 2 ദിവസമായി നടക്കുന്ന രാപ്പകൽ സത്യാഗ്രഹമാണ് വേദി. ആ രാപ്പകൽ സത്യാഗ്രഹ വേദിയിലാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ മുടക്കിക്കൊണ്ട് വേദി നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല, നടപ്പാത അടക്കം കയ്യേറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ നിന്ന് ഈ ട്രാഫിക് സിഗ്നൽ അടക്കം വരുമ്പോൾ വലിയ രീതിയിൽ തിരക്കടക്കം ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ഇന്നലെയും ഇന്നുമായിട്ടാണ് സമരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും വലിയ രീതിയിൽ ഈ ജനങ്ങളുടെ, അതായത് ഈ സമരാനുകൂലികളുടെ ഒരു തിരക്കുണ്ടായിരുന്നു. തിരക്ക് വന്നതോടുകൂടി ആളുകൾക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായൊരു രീതി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതായത് ഇത്തരത്തിൽ ഈ നമുക്ക് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കും, വാഹനങ്ങളടക്കം വളരെ പണിപ്പെട്ടാണ് ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം. മാത്രമല്ല, ഈ പന്തൽ കെട്ടിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ബസ് നിർത്തി ആളുകളെ എടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് വരുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന അടക്കമുള്ള ആളുകൾക്ക് യാത്ര ചെയ്യുന്നതിന് അടക്കമുള്ള നടപ്പാതയും ഇതിന് മുന്നിൽ കൂടിയാണുള്ളത്. ആ നടപ്പാത അടക്കം കയ്യേറിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർക്ക് യാത്ര ചെയ്യാൻ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നൊരു ആക്ഷേപമുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ വഞ്ചിയൂരിലെ സംഭവം നമുക്കറിയാവുന്നതാണ്. ആ വഞ്ചിയൂരിലൊരു സമാനമായ ഒരു രീതിയിലാണ് ഇത്തരത്തിൽ നിലവിൽ ഇവിടുത്തെയും ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. വലിയ രീതിയിൽ തിരക്കും അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ആ ഒരു സ്ഥിതിയിൽ ഇത്തരത്തിൽ ഈ റോഡിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഈ റോഡിന് മുന്നോട്ട് വന്ന് ഈ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിനടക്കം കാരണമായിട്ടുണ്ട്. എന്തായാലും നമുക്കിവിടെ നേതാക്കന്മാർ നമ്മളോട് ഒപ്പം ഇരിപ്പുണ്ട്. 2 ദിവസത്തെ സമരമാണ്. അതൊരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ റോഡ് കയ്യേറി സ്റ്റേജ് നിർമ്മിച്ചു എന്നൊരു ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാമല്ലോ, വാഹന ഗതാഗതത്തിൽ ഒരു തടസ്സവും നമ്മൾ ഉണ്ടാക്കുന്നില്ല. ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇന്നലെ ഇവിടെ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം സമരങ്ങളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടായിരിക്കും എന്തെങ്കിലും വാർത്തകൾ വന്നത്. അല്ലാതെ ഇവളിപ്പോൾ കാണുന്നത് പോലെ ഫുട്പാത്തിൽ നിന്ന് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ ഒരു തടസ്സവും ഉണ്ടാക്കാതെയാണ് നിയമപരമായി ട്രാഫിക് സിഗ്നലിൻ്റെ അടുത്താണ് ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സിഗ്നൽ വരുമ്പോഴേക്കും ഞാൻ പറയാം, ട്രാഫിക് സിഗ്നൽ അവിടെയാണ്. നിങ്ങൾ ആലോചിച്ചോണം. അത് തടസ്സപ്പെടില്ല. നമുക്ക് മറുവശത്തല്ലേ ഒരു സ്വാഭാവികമായി ട്രാഫിക് സിഗ്നൽ, ഈ സിഗ്നൽ ഒരിക്കലും തടസ്സപ്പെടുന്നില്ല. ഇത്തരത്തിൽ എന്തെങ്കിലും ഈ റോഡ് നിർമ്മിക്കുന്നത്, റോഡിൽ ഈ ഭാഗത്തേക്ക് സ്റ്റേജ് നിർമ്മിക്കുന്നതുമായി എന്തെങ്കിലും പോലീസിന്റെ പെർമിഷൻ വല്ലതും ഉണ്ടായിരുന്നു? പോലീസ് പറഞ്ഞു അത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു. അവരെ അത് പിന്നെ ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് നിർവാഹമില്ല. അവിടെ ഒരു സമരം നടത്തുമ്പോൾ വേറെ ഒരു സമര സ്ഥലം തിരുവനന്തപുരത്തില്ല. പോലീസിന്റെ അനുമതി ലംഘിച്ചുകൊണ്ട് സ്റ്റേജ് നിർമ്മിക്കുക എന്ന് പറയുന്നത് പ്രശ്നത്തിന്റെ ഒരു ഗൗരവം നമുക്കറിയാമല്ലോ. പെൻഷനാണ് വിഷയം, നമ്മുടെ ജീവനക്കാരുടെ ക്ഷാമത്തെയാണ് വിഷയം. അപ്പോൾ അവർക്കൊരു വൈകാരികമായ ചില വിഷയങ്ങളൊക്കെ, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഒരു വിഷയമല്ലേ? ഒരിക്കലും നമ്മൾ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും മൗലികാവകാശത്തെയും ഭരണഘടനയും മാനിക്കുന്നവരാണ് നമ്മൾ. ഒരാൾക്ക് തടസ്സം ഉണ്ടാവാത്ത രീതിയിൽ സമരം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം, അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ വേദി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ബസ്സൊക്കെ നിർത്തിയിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നതാണ്. മാത്രമല്ല, സെക്രട്ടേറിയറ്റിലേക്ക് അടക്കമുള്ള ഉദ്യോഗസ്ഥരടക്കം സഞ്ചരിക്കുന്നതും ഇതുവഴിയാണ്. നമ്മൾ മനസ്സിലാക്കണം, സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും വർഷം നമ്മൾ നമ്മുടെ അവകാശങ്ങളെല്ലാം സംരക്ഷിച്ചതെല്ലാം ഇത്തരം ചില സമരങ്ങളിലൂടെ. വഞ്ചിയൂരിലെ ഏരിയ സമ്മേളനത്തിന്റെ പേരിൽ വലിയ രീതിയിൽ ഇപ്പോൾ വിമർശനങ്ങൾ ഏറ്റുവായിക്കൊണ്ടിരിക്കുകയാണ് CPM. മാത്രമല്ല, ഹൈക്കോടതിയുടെ ഭാഗത്തടക്കം ഇത്തരത്തിൽ വഞ്ചിയൂർ ബാബുവിനെതിരെ അടക്കം 30 പേർക്കെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശം അടക്കം വന്നിട്ടുണ്ട്. അതറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ജനാധിപത്യ രാജ്യമാകുമ്പോൾ ഇങ്ങനെയുള്ള ചില സമരങ്ങളുണ്ടാവും, ചില പ്രശ്നങ്ങളുണ്ടാവും എന്ന് നമുക്കറിയാം. അല്ല, ഒരു സമരം ചെയ്യാൻ കഴിയില്ലല്ലോ. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ചുള്ള സമരങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സാതെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഒരു പൗരന് പോലും ഇന്നലെ വരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഇന്നുണ്ടാവുകയില്ല. ഇന്നലെ ഞാനിവിടെ ഉണ്ടായിരുന്നു. വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന സാഹചര്യം വിഷയമൊക്കെ ഇന്നലെ കുറച്ച് വണ്ടി മാറ്റി വിട്ടു. അത് ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് സമയം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ല. നമ്മൾ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ഒരു പരാതി ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഇത്തരം വാർത്തകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കസേര ഇങ്ങോട്ടിടരുതെന്നും നമ്മുടെ ജീവനക്കാരുടെ പരമാവധി അകത്തേക്ക് മാറി നിൽക്കുമെന്നും പറഞ്ഞു. നമ്മൾ യാത്രക്കാരോട് പലരോടും ചോദിക്കുമ്പോഴെല്ലാം യാത്രക്കാരും സമാനമായ, ഞാൻ പറഞ്ഞ രീതിയിൽ സമാനമായ ഒരു ബുദ്ധിമുട്ടാണ് അവരും പറയുന്നത്.
അത് സ്വാഭാവികമായി സമരം കാണുമ്പോൾ ആൾക്കാരൊക്കെ ഉള്ളൊരു അസഹിഷ്ണുത കുറച്ചു കാലം കൊണ്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, പൊതുജനത്തിന് അങ്ങനെ തോന്നാം, അത് ശരിയാണ്. പൊതുജനത്തിന് അങ്ങനെ തോന്നുന്നതിന് വിഷമമൊന്നുമില്ല, അത് ശരിയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ പരമാവധി നമ്മുടെ ഒരു അവകാശം സംരക്ഷിക്കാൻ പിന്നെ എന്താണ് മാർഗം? രണ്ട് ദിവസം നടക്കുന്ന സമരമാണ്. ഈ 2 ദിവസം ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ദിവസം കൊണ്ട് ഏതെങ്കിലും സ്റ്റേഡിയത്തിൽ സമരം നടത്താൻ പറ്റുമോ? സമരം നടത്തുന്നത് സെക്രട്ടേറിയറ്റ് മുന്നിലാണ് സമരകേന്ദ്രം. ഇന്നല്ല, വർഷങ്ങളായി സെക്രട്ടേറിയറ്റ് മുന്നിലാണ് സമരകേന്ദ്രം. ആ സമരകേന്ദ്രത്തിൽ വന്ന് സമരം ചെയ്ത് ജനാധിപത്യപരമായ ഒരു അവകാശം. ചിലപ്പോൾ അല്പം നിയമപ്രശ്നമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നമ്മൾ പറയുന്നു ഒരാളുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സം ചെയ്യാതെ, അവിടെ മൗലികാവകാശത്തിന് തടസ്സം ചെയ്യാതെ ഈ സമരം മുന്നോട്ട് പോകും. അങ്ങ് സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തില്ല എന്ന് പറയുമ്പോഴും റോഡിൽ ഈ സ്റ്റേജ് നിൽക്കുന്നത് റോഡിലെങ്കിലും ആൾക്കാർക്ക് നടന്നു പോകുന്നതിന് മറ്റൊരു ഒരു തടസ്സം നിങ്ങൾ ഒന്നിക്കുകയാണല്ലോ. ഏതെങ്കിലും രീതിയിൽ ഒരാൾക്ക് തടസ്സം ഉണ്ടാവുന്നുണ്ടോ? വിനോദ്, ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല എന്നാണ് ഇവിടുത്തെ നേതൃത്വം പറയുന്നത്. നമുക്കറിയാം, റോഡ് നിൽക്കുന്നത് ഈ റോഡിലാണ്, സ്റ്റേജ് നിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ട് പോലീസ് അനുമതി ഇല്ല എന്ന കാര്യം അംഗീകരിക്കുന്നുണ്ട്. പോലീസ് റോഡ് നിർമ്മിക്കരുതെന്ന് ഈ സമര സമിതിയുടെ നേതാക്കളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മളോട് സംസാരിച്ചത് ജോയിന്റ് കൗൺസിലിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്, ജയചന്ദ്രൻ കല്ലിക്കലാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ റോഡ് നിർമ്മിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് പോലും സമരത്തിന്റെ ഭാഗത്ത് നിന്ന് തുടരണമെന്ന് പറയുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. ആളുകളെ ഇറക്കുവാനായിട്ട് വാഹനങ്ങൾ നടു റോഡിൽ നിർത്തിയിടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ഇതൊക്കെ കണ്ടുകൊണ്ടും അദ്ദേഹം പറയുന്നത് ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നില്ല, ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല, ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇത് പറയുമ്പോഴും വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് നടു റോഡിലാണ്. ഇപ്പോൾ ഒരു ട്രാഫിക് സിഗ്നലോ ബ്ലോക്കോ ഇപ്പോൾ ഇല്ല. നിലവിൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ട്രാഫിക് സിഗ്നലോ ബ്ലോക്കോ ഇല്ല. പക്ഷേ ആളുകളെ ഇറക്കുവാൻ, വരുന്ന യാത്രക്കാരെ ഇറക്കുവാൻ നടു റോഡിൽ വണ്ടി നിർത്തി യാത്രക്കാരെ ഇറക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. വലിയ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുകയും ചെയ്തു. നഗ്നമായ ലംഘനമാണെന്ന് പച്ചപ്പരമാർത്ഥമായി ഇരിക്കുകയാണ്. ജോയിന്റ് കൗൺസിൽ അടക്കമുള്ള സംഘടനകളുടെ നേതാക്കന്മാർക്ക് ഇതൊരു വലിയ നിയമപ്രശ്നമല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. നമ്മൾ പലരോടും ഇതിൻ്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു. പ്രതികരണം ആരായുമ്പോഴും എല്ലാം പൊതുജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പൊതുജനങ്ങളുടെ പ്രതികരണവും വലിയ രീതിയിൽ ഇതിൽ പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ജോയിന്റ് കൗൺസിലിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. മാത്രമല്ല, ജോയിന്റ് കൗൺസിലിൻ്റെ അധികൃതരുമായി നമ്മൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ പോലും പറയുന്നത് ഇത് റോഡിലേക്കാണ് ഈ സ്റ്റേജ് കെട്ടിയിരിക്കുന്നതെന്ന് അറിയാം. അതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പെർമിഷൻ ഇല്ല, പോലീസ് പറഞ്ഞു എന്നും പറയുന്നു അവർ ഇത്തരത്തിൽ നിർമ്മിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഇതിൽ റോഡ് നിർമ്മിച്ചല്ലാതെ, അല്ലെങ്കിൽ റോഡിലേക്ക് കയറി സ്റ്റേജ് നിർമ്മിച്ചല്ലാതെ സമരം ചെയ്യാൻ വേറെ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ അതിൽ ഒരു ധാർഷ്ട്യത്തിന്റെ ഭാഷ കൂടിയുണ്ട്. മാത്രമല്ല, സർക്കാരിന്റെ ഒരു അനുകൂല സംഘടന കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം, അറിയാം. അതായത് സർക്കാർ സംവിധാനത്തിന്റെ കൂടെ നിൽക്കുന്ന, മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന CPIയുടെ സർവീസ് അനുകൂല സംഘടനയാണ്. അതായത് സർക്കാരിന്റെ ഒരു മൗനാനുവാദത്തോടു കൂടി നടത്തുന്ന ഒരു സമരമാണിത്. ആ സർക്കാരിന്റെ മൗനാനുവാദത്തോടു കൂടി നടക്കുന്ന സർക്കാർ സ്പോൺസേഡ് സമരമാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് പ്രശാന്ത് അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ഇതേപോലെ ഒരു സമ്മേളന വേദിയിൽ പ്രധാനപ്പെട്ട നേതാവിനോട് എന്തുകൊണ്ട് ഇങ്ങനെ സ്റ്റേജ് കെട്ടി തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും CPM ആണെങ്കിൽ അവിടെ പ്രകോപിതരായേനെ. പക്ഷേ CPI ആയതുകൊണ്ടാവാം അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞത്. പക്ഷേ മറുപടി പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, റോഡിലേക്ക് സ്റ്റേജ് ഇറങ്ങിയിട്ടുണ്ട്, പോലീസ് ഇവിടെ സ്റ്റേജ് കെട്ടരുതെന്നൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുള്ള നിലയിലുള്ള മറുപടിയാണ്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഈ നടന്നിട്ടുള്ളത് നിയമലംഘനമാണ്. കാരണം സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരമാണ്, വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞ് നിയമലംഘനം ഔദ്യോഗികമായി ഇവർ സമ്മതിക്കുന്നുമുണ്ടല്ലോ പ്രശാന്ത്. വിനോദ, തീർച്ചയായും നിയമലംഘനം ഔദ്യോഗികമായി സമ്മതിക്കുകയാണ് CPIയുടെ ഈ സർവീസ് സംഘടനയുടെ നേതാക്കന്മാർ ചെയ്യുന്നത്. മാത്രമല്ല, ഈ സമരമല്ലേ ചെയ്തെങ്കിലല്ലേ പറ്റൂ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കാനാണ് പറയുന്നത്. നമ്മൾ ഈ ക്യാമറ കണ്ണുകളിലൂടെ ജനങ്ങളെ കാണിക്കുക തരികയാണ്. ഈ വിഷ്വൽ ക്യാമറ കണ്ണുകളിലൂടെ ജനങ്ങളെ മനസ്സിലാക്കുകയാണ്. ഈ വിഷ്വലിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. ഈ റോഡിലേക്ക് തന്നെ പുറത്തേക്ക് ആണ് ഇവരുടെ സ്റ്റേജ് നിൽക്കുന്നത്. ആ പുറത്തേക്ക് സ്റ്റേജ് നിൽക്കുന്നതോടൊപ്പം തന്നെ ഒരു 100 മീറ്ററോളം ദൂരപരിധിയിലാണ് ഈ സത്യാഗ്രഹത്തിന്റെ പന്തൽ സ്ഥിതി ചെയ്യുകയും ചെയ്തത്. അതായത് മെയിൻ നേതാക്കൾക്ക് ഇരിക്കുവാനായിട്ടൊരു പന്തലും അതോടൊപ്പം തന്നെ വരുന്ന പ്രവർത്തകർക്കടക്കം ഇരിക്കുവാൻ മറ്റ് സ്റ്റേജും തുടർന്നുമുണ്ട്. അതൊരു 100 മീറ്റർ നീളത്തിലാണ്. ആ സ്ഥലത്ത് കസേരകളടക്കം നിരത്തിയിട്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെയാണ് യാത്രക്കാർ വന്നു പോകുന്നത്.
അതോടൊപ്പം തന്നെ യാത്രക്കാർ സഞ്ചരിക്കുന്നത്, അങ്ങനെ അത്തരം സാഹചര്യങ്ങളൊരു സ്ഥലം കൂടിയാണ്. അവിടേക്കാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നഗ്നമായ രീതിയിൽ നമുക്ക് അറിയാം, ഇതിൽ ഒരു നിയമപ്രശ്നം, വലിയ രീതിയിൽ നിയമപ്രശ്നമുണ്ടെന്നറിയാം. അതോടൊപ്പം തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പ്രാഥമികമായ പരിഗണന നൽകണമെന്നറിയാം. അതോടൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വഞ്ചിയൂര സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യമുണ്ട്. CPM-ന്റെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള 30 പേർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല വഞ്ചിയൂർ SHO അടക്കം വിളിച്ചു വരുത്തുവാനുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ നിൽക്കുമ്പോൾ ആ സമയത്ത് തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. മാത്രമല്ല ആ സമയത്ത് തന്നെ ഈ വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തിന്റെ സമയത്ത് സ്റ്റേജ് അതെ, വളരെ വ്യക്തമാണ്. ദൃശ്യങ്ങളിൽ നിന്നും ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകിയ റിപ്പോർട്ടിൽ ആ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ബസ്സുകൾ നിർത്തുന്ന ഇടത്താണ്, റോഡിന് കുറുകെ ആളുകൾ നടക്കുന്ന വഴിയിലാണ് വലിയ സ്റ്റേജ് കെട്ടി CPIയുടെ സർവീസ് സംഘടന സമരം നടത്തുന്നത്. സമരം നടത്തുന്നവർ തന്നെ പറയുന്നു, ഇത് പോലീസ് ഇവിടെ സ്റ്റേജ് കെട്ടരുതെന്നൊക്കെ പറഞ്ഞാണ്, പക്ഷേ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. ഇത്തരത്തിൽ നിയമലംഘനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സെക്രട്ടേറിയറ്റ് നടയിൽ ഉയർന്ന ശമ്പളം പറ്റുന്ന സർക്കാർ ജീവനക്കാർ സമരം എന്നുള്ള പേരിൽ വഴി തടയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.